നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഗുജറാത്തിലെ ചില മഞ്ഞപത്രങ്ങൾ ഇപ്പോഴും ഗോദ്ര തീവെപ്പ് സംഭവം കൃത്യമായും ഖാൻജി മുസ്ലിങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് എല്ലാ തരത്തിലും ജുഡീഷ്യറിയെ സ്വാധീനിക്കാൻ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 2002 ഫെബ്രുവരി 27 ഗുജറാത്തിലെ നെഞ്ചിൽ ഭാരതത്തിൻ്റെ മതേതര മനസ്സിൽ ഒരു തീപ്പൊള്ളൽ തന്നെയാണ്. ആ പൊള്ളൽ മായില്ല, മറയില്ല. കാരണം അതിലെ പ്രതികളാക്കപ്പെട്ടവർ അവർ പുറത്ത് സുഖലോലിപരായി കഴിയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അയോധ്യയ്ക്ക് പോയി വന്ന കർസേവകരുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയം, അതിനെ കൃത്യമായി മുസ്ലിം വിഭാഗക്കാരുടെ തലയിൽ പരിപൂർണമായി കെട്ടിവെച്ചുകൊണ്ട് ആ വിഷയത്തെ മാറ്റിമറിക്കാനാണ് അധികാരികൾ ശ്രമിച്ചിട്ടുള്ളത്. മണ്ണെണ്ണ ഒഴിച്ച് ട്രെയിൻ കത്തിച്ചു എന്നായിരുന്നു മൊഴി വന്നത്. ഇതിനകത്ത് അന്വേഷണം നടത്തിയിട്ടുള്ള, അതായത് 2005 ശേഷം കൃത്യമായും ലാലു പ്രസാദ് യാദവ് കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോൾ അന്വേഷണത്തിന് കൊൽക്കത്ത ഹൈക്കോടതിയുടെ റിട്ടയേർഡ് ജഡ്ജി UC ബാനർജിയുടെ നേതൃത്വത്തിൽ നടത്തിയ കമ്മീഷൻ അഗ്നിക്കിരയാക്കിയ ട്രെയിൻ ഉൾപ്പെടെ അന്ന് റെയിൽവേ സൂക്ഷിച്ചിരുന്ന തീപിടുത്തമുണ്ടായി എന്ന് പറയപ്പെടുന്ന ഫോറൻസിക് പരിശോധന നടത്തിയ ബോഗികൾ പഠന വിധേയമാക്കിയപ്പോൾ അഗ്നിക്കിരയായ SR കോച്ചുമായി സമാനതകളുള്ളതായിരുന്നു. അതിൽ ബാനർജി കമ്മീഷൻ എത്തിയ ഒരു തീരുമാനമുണ്ടായിരുന്നു. മധ്യഭാഗത്ത് SR കോച്ചിന് തീ പിടിച്ചപ്പോൾ അതിനകത്തു നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ളതാണ് എന്ന് വ്യക്തമാക്കുന്ന വാക്കുകൾ. ഇതിന് ശേഷം നടത്തിയ കൂട്ടക്കൊല, 2000 പേരുടെ മരണത്തിന് ഇരയായ കൂട്ടക്കൊല, മായ കോട്നാനി ഉൾപ്പെടെയുള്ളവരെ ശിക്ഷിച്ചപ്പോൾ അവരെ പിന്നീട് വളരെ തന്ത്രപൂർവ്വം പുറത്തിറക്കാൻ അധികാരികൾ ശ്രമിച്ചതിൻ്റെ കണക്കാണ് പുറത്തു വന്നത്. നരേന്ദ്രമോദിയും BJPയും കർസേവകരും ഇസ്ലാമോഫോബിയ ഉണ്ടാക്കിയ ഒരു കലാപത്തിന് വേണ്ടി നടത്തിയ ആസൂത്രിത ശ്രമമായിരുന്നു ഗോദ്ര സംഭവം എന്ന നിഗമനത്തിലേക്കാണ് ഗുജറാത്തിന് പുറത്തുള്ള അന്വേഷണങ്ങൾ എല്ലാം എത്തിച്ചേർന്നത്. റയോട്ട് എഞ്ചിനീയേഴ്സ് എന്ന വിളിപ്പേരുള്ള നരേന്ദ്രമോദിയും അമിത്ഷായുടെയും ബുദ്ധിയായിരുന്നു ഇതിൻ്റെ പിന്നിൽ എന്നത് പകൽ പോലെ വ്യക്തമാണ് എന്നാണ് ഇതുമായി അന്വേഷണം നടത്തിയിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തിയ റിപ്പോർട്ട്. അവർ സമർപ്പിച്ച റിപ്പോർട്ടാണ്. നരോദ പാട്ടിയിലെ ആ കൊലശ്രമത്തെക്കുറിച്ച്, ആ പൈശാചികതയെക്കുറിച്ച് കൃത്യമായി വീണ്ടും രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് പറഞ്ഞപ്പോൾ സുരേഷ് ഗോപിയുടെ കിളി പോയി. എങ്ങനെയാണോ മതേതര കേരളം നിലനിൽക്കുന്നത്, നിയമത്തെ അക്കൗണ്ട് പൂട്ടിച്ചത്, മലയാളികൾക്കൊരു തെറ്റ് പറ്റിയിരിക്കുന്നു. സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ അടുത്ത തവണ തോൽപ്പിച്ചോളും എന്നുള്ളത് ബ്രിട്ടാസ് ഉറപ്പിച്ചു പറയുകയാണ്. കേരളം ഒരിക്കലും വർഗീയ മണ്ണാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് കൃത്യമായും ജമി മേത്തറും ജോൺ ബ്രിട്ടാസും ഒക്കെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പറയുകയാണ്. വിദേശ രാജ്യങ്ങളിൽ പലരും നരേന്ദ്രമോദിക്ക് പ്രവേശനാനുമതി പോലും നിരസിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അധികാരത്തിൽ നിന്ന് നരേന്ദ്രമോദി താഴെ ഇറങ്ങാൻ ഇനി അധികം ദിവസങ്ങളില്ല, ഓർത്തുകൊള്ളൂ എന്നാണ് കോൺഗ്രസും CPIM-ഉം മറ്റിതര കക്ഷികളും ഒരേ സ്വരത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. തെറ്റ് ചെയ്ത വ്യക്തി, പാപം ചെയ്ത വ്യക്തി അനുഭവിക്കുക തന്നെ ചെയ്യും. മതേതര മനസ്സിൽ വിള്ളലുണ്ടാക്കി വലിയ രീതിയിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം സൃഷ്ടിക്കുന്ന, ബുൾഡോസർ ഉപയോഗിച്ച് പ്രതിയോഗികളെ തകർത്ത് കളയുന്ന സർക്കാരുകൾ, ആ ഡബിൾ എഞ്ചിൻ തകർക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് രാജ്യസഭയിൽ ഉറപ്പിച്ച് പറയുകയാണവർ.